ഷിരൂർ ദുരന്തത്തിന് ഇന്നേക്കൊരു വർഷം. കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുൻ അടക്കം 11 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. ഗംഗാവാലിപ്പുഴയിൽ നിന്നാണ് അർജുന്റെ മൃതദേഹാവശിഷ്ടങ്ങളും ലോറിയും കണ്ടെത്തിയത്. അർജുനും ലോറിയും മണ്ണിനടിയിലുണ്ട്. ലോറിക്കുള്ളിലെ ക്യാബിനകത്ത് അർജുൻ സുരക്ഷിതനായിരിക്കും. അർജുന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. എത്രയും വേഗം മണ്ണ് മാറ്റിയാൽ ജീവനോടെ അർജുനെ തിരിച്ചു കിട്ടും. ആദ്യ ദിവസത്തെ അർജുന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ അതിങ്ങനെയായിരുന്നു. രണ്ടാം ദിവസവും കുടുംബത്തിന്റെ നിലവിളികൾ ആരും കേട്ടില്ല. കർണാടക സർക്കാർ കയ്യും കെട്ടി നോക്കി നിന്ന നിമിഷങ്ങളായിരുന്നു അത്. മണ്ണിനടിയിൽ ജീവനോടെ അർജുൻ ഉണ്ടെന്ന കുടുംബത്തിന്റെ പ്രതീക്ഷയ്ക്ക് മുന്നിൽ ഒടുവിൽ ഭരണകൂടത്തിന് മുട്ടുമടക്കേണ്ടി വന്നു. സുരേഷ് ഗോപിയുടെ ഇടപെടൽ കൂടി ഉണ്ടായതോടെ കർണാടക സർക്കാർ തിരച്ചിൽ ആരംഭിച്ചു. പിന്നീടുള്ള ഓരോ മണിക്കൂറുകളും ആകാംക്ഷയുടെയും പ്രതീക്ഷയുടേതുമായിരുന്നു. കേരളം ഒന്നാകെ അർജുൻ എന്ന ചെറുപ്പക്കാരന്റെ മടങ്ങിവരവിനായി കാത്തിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞതോടെ ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കാൻ തുടങ്ങി. ജീവനോടെ അർജുൻ മടങ്ങിയെത്തില്ലെന്ന് സങ്കടത്തോടെ ഉൾക്കൊള്ളാൻ അപ്പോഴേക്കും കുടുംബത്തിന് കഴിഞ്ഞിരുന്നു. മണ്ണിനടിയിൽ അർജുൻ എന്ന കൂടപ്പിറപ്പിനെ തനിച്ചാക്കി മടങ്ങാൻ എങ്ങനെ നമുക്ക് കഴിയും? തിരച്ചിൽ തുടർന്നു. ഒടുവിൽ 72-ാം ദിവസം ആ വാർത്തയെത്തി. അർജുനെയും ലോറിയെയും കണ്ടെത്തി. ക്യാബിനകത്ത് അർജുൻ ഉണ്ടായിരുന്നു. മകനു വേണ്ടി വാങ്ങിയ കളിപ്പാട്ടങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ബാക്കിയാക്കി ആ ചെറുപ്പക്കാരൻ ഗംഗാവാലിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് മടങ്ങി. അർജുൻ, നീ മരിക്കേണ്ടിയിരുന്നില്ല. ഒരു ജനതയൊന്നാകെ നിനക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്നു. നോവിന്റെ തീരാഭാരവുമായി കുടുംബവും നാടും അവനെ ഏറ്റുവാങ്ങി. ഏറെ ആഗ്രഹിച്ചു പണിത വീടിനോട് ചേർന്ന് അന്ത്യവിശ്രമമൊരുക്കി. 30-ാം വയസ്സിൽ എല്ലാ പ്രാരാബ്ധങ്ങളും ഇറക്കിവെച്ച് അർജുൻ മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നു. അർജുൻ നമുക്ക് നൽകുന്ന വലിയ പാഠമുണ്ട്. ഒരു മലയാളിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചോദിക്കാനും പറയാനും ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന വലിയ പാഠം. ജനം, കോഴിക്കോട്.